ഹായ് ഗൈസ്, നമ്മൾ നാട്ടിൽ പോകാൻ പോവാണ്. എന്നത്തെ പോലെ ഇന്നും ബസ്സിന് നമ്മളെ കയറ്റാ പോകും. എന്നോട് ഭാരത് പെട്രോൾ പമ്പിന് മുമ്പിൽ വന്നിക്കാൻ പറഞ്ഞു. ഞാനൊരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അവിടെ തന്നെ വന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവിടെ കുറെ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ നിന്ന് പമ്പ് മാറിപ്പോയി. ഈ വാവര് മണ്ടൻ തന്നെ. നമ്മളങ്ങനെ ബസ്സിന് പിന്നാലെ പിടിച്ചുകൊണ്ട് ബസ് കിട്ടി. നമ്മൾ സാമെന്ന് പറഞ്ഞ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കണ്ടക്ടർ എടുത്ത് മിന്നുന്ന വിചാരിച്ചു, പക്ഷെ സൗമ്യമായി പെരുമാറി. കയറിപ്പന്നെ നമുക്കൊരു കുപ്പി വെള്ളം കൊടുത്തു. വേറൊരു ബസ്സിലും കാണാത്തൊരു സംഭവം. കയറ്റാതെ പോയിക്കണമെങ്കിലും നല്ല കണ്ട ഉള്ളത് പറയാം. അങ്ങനെയാണ് എന്റെ മീവ പിന്നെ പഠിപ്പിച്ചു. ഇതിന് മുന്നേ ഈ ഹോട്ടലിൽ തിന്നതിന്റെ ഫുഡിന്റെ ടേസ്റ്റിന്റെ തൊള്ളയിൽ ഇപ്പോഴും ഉണ്ടായത് ഒരു വസ്തു തിന്നില്ല. ഞാനോ ഈ സാധനങ്ങൾ വാങ്ങി വണ്ടി കയറി സ്ഥലത്താനായ പോലെ ഓർക്കത്ത് നീപ്പിച്ചു. നല്ല സർവീസ്. പെര എത്തിക്കാണ്ട് നമ്മൾ നേരെ പോയത് സിയാപ്പിന്റെ അടുത്ത് മൂടിയിട്ട് ഒരു ഡീറ്റാണ് ചെയ്ത് നമ്മൾ നേരെ വിട്ട് നമുക്കൊന്നും ഒരു പരിപാടി ഉണ്ടായി. ഉത്തരത്താണി ആലാമള്ളിൽ ഇന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ലോകാവസാനത്തിന്റെ ഓരോ അടയാളങ്ങളെ വളാഞ്ചേരി എത്തി സെമീറിനെ തൂക്കിയിട്ട് വണ്ടി കിട്ടും. സെമീർ ആണെങ്കിൽ ലോകത്തള്ളു. അവിടെ എത്തിയപ്പോ ഒരു കല്യാണത്തിലെ ആൾക്കാർ എനിക്കാണ് പേടിച്ചു കുറച്ച് കണ്ട് മുട്ടടിക്കല്ലോ. രണ്ടും കൽപ്പിച്ച് കണ്ട് പുറത്ത് കണ്ട ഞാൻ വല്ല സിനിമാ നടൻ വന്ന മാതിരി. കുട്ടികളൊക്കെ പാടെ ഈച്ച പായസം കണ്ട വാരി. എങ്ങനെ കൂടെ അവിടുന്ന് കഴിച്ചിലായിട്ട് ഓല നാച്ചുറൽസ് എന്ന് പറഞ്ഞില്ല ഓല ഷോപ്പ് കയറി. ഇവിടുന്നാണെങ്കിൽ നമ്മളെ ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞപ്പോ ഈ കോലയിക്കണ്. ഞാൻ എന്ത് സെലിബ്രേറ്റ് ആയിട്ട് എന്താ കാര്യം? ഇവിടെ ഞാൻ കുറച്ചേരം അവിടെ നടന്നു. ആദ്യത്തെ പരിപാടിയല്ലേ, ചെറിയ മണ്ടത്തരൊക്കെ ഉണ്ടാവും. ഓല മാളിലെ സോഡ് എന്ന് പറഞ്ഞൊരു പീഡിയൊക്കെ അവിടെ ഒരു ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് നമ്മളെ ക്യാമറമാനും പകർത്തിയിട്ടില്ല. പീഡിന്റെ പുറത്ത് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഡാപ്സ് ഒക്കെ പോണ പോലെ നമ്മളൊക്കെ തടുത്തിട്ടൊക്കെ കൊണ്ട് ഞാൻ മണ്ടനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായല്ലോ. അൽഹംദുലില്ലാ. അങ്ങനെ എന്നെ മോട്ടറാക്കി കണ്ട് സ്റ്റേജ് മക്കണ്ട് സ്കൂളിൽ പഠിച്ചുമ്പോൾ ഒരു സമ്മാനം മേടിച്ച യോഗ ഉണ്ടായിട്ടില്ലെങ്കിലും കൊടുക്കപ്പോ യോഗ ഉണ്ടായി. മോട്ടറാക്കി കണ്ട് ഒരു പാട്ടുകൊണ്ട് പഠിപ്പിച്ചു. സ്റ്റേജ് മേലെ പേരും ചൂടായിരുന്നു. ഞാനാണെങ്കിൽ അലാക്കിന്റെ കോട്ടിട്ട് മെയിനായി വന്നിട്ട് ഒരു VR ഒരു ഗെയിം ഒക്കെ കളിച്ചു. അതിന്റെ ഉള്ളിൽ തന്നെ കേക്ക് സ്റ്റുഡിയോ കയറിയിട്ട് കുറെ ഫുഡ് കഴിച്ചിരുന്നു. പക്ഷെ ക്യാമറമാനോ പകർത്തിയില്ല. നമ്മൾ ഇനി നേരെ പോണ പോലെ ഹൈപ്പർ മാർക്കറ്റ്, നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റ്. ബാക്കി നാളെ